Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്, ക്യാബേജ് അവിയൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ക്യാബേജ് അവിയൽ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ക്യാബേജ് നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. കുറച്ച് വീതിക്ക് അല്ലെങ്കിൽ നമുക്ക് വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് ഏകദേശം ഒരു 3 കപ്പ് വരും. ഒരു മീഡിയം സൈസുള്ള ക്യാബേജിൻ്റെ പകുതി. ഇത് നമ്മൾ നല്ല മൺചട്ടിയിലാണ് ക്യാബേജ് അവിയൽ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ന്യൂട്രീഷൻ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഡയറ്റ്, വെയിറ്റ് ലോസ് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഇഷ്ടമാണെങ്കിൽ ഹോൾസം ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇൻഫോ കാർഡിലും കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ അവിയലിനൊന്ന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുവാണ്. നിങ്ങൾക്ക് കളർ വേണ്ട എങ്കിൽ മഞ്ഞൾപ്പൊടി ഇടേണ്ട, വെള്ള കളറിൽ നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം നല്ല വറ്റി വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്യാബേജ് വെന്ത് കുഴഞ്ഞു പോകരുത്. ഇനി നമുക്ക് അവിയലിൻ്റെ കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 4 ചെറിയ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം എരിവിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലോട്ട് 2 ടീസ്പൂൺ തൈര്, നല്ല പുളിപ്പുള്ള തൈര് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ക്യാബേജിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി ഇത് വേവിച്ചെടുക്കാം. ഉപ്പ് കുറവായിട്ട് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട്. അവിയൽ ഡ്രൈ ആവുന്നതിനെക്കാട്ടിലും കുറച്ച് ജ്യൂസി ആയിരിക്കുന്നതാണല്ലോ ടേസ്റ്റി. അവിയൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പുളിപ്പുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുളിപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കൊത്ത് കരിവേപ്പില ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിക്കാം. പക്ഷെ നമ്മൾ ഒരുപാട് എണ്ണ കഴിക്കുന്നത് നല്ലതല്ലാത്തത് കൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ക്യാബേജ് അവിയൽ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയും അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ അധികം എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സിനെ മെയിലിലൂടെയും കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസിനെ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ടേക്ക് കെയർ. ബൈ.